മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 18-19 വാക്യങ്ങൾ. The book of Daniel, chapter 2, verse 18 and 19. ബാബിലോണിലെ മറ്റു ജ്ഞാനികളോടൊപ്പം താനും കൂട്ടുകാരും നശിക്കാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെപ്പറ്റി സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ യാചിക്കണമെന്ന് ദാനിയേൽ അവരോട് ആവശ്യപ്പെട്ടു. രാത്രിയിൽ ഒരു ദർശനത്തിൽ ദാനിയേലിന് രഹസ്യം വെളിപ്പെട്ടു. അപ്പോൾ അവൻ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു. നമ്മുടെ കഴിവുകൾക്ക് പരിമിതിയുണ്ട്. പലപ്പോഴും സാഹചര്യങ്ങൾ നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമാകും. നാം പൂർണ്ണമായും നിസ്സഹായരാവുകയും ചെയ്യും. ദൈവം സഹായിച്ചില്ലെങ്കിൽ നാം നിശ്ചയമായും തകർന്നു പോകുമെന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ വരും. മനക്ഷോഭം നിമിത്തം പ്രാർത്ഥിക്കുവാനുള്ള ഏകാഗ്രത പോലും ഇല്ലാതാകും. അത്തരം സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുകയാണ്. ബാബിലോണിലെ സകല വിദ്വാൻമാരെയും ശദ്രക്, മേശക്, അബ്ദനഗോ എന്ന യഹൂദ യുവാക്കന്മാരെയും വധിക്കുവാൻ രാജകൽപ്പനയുണ്ടായി. രാജാവ് ഉറക്കത്തിൽ കണ്ടതും മറന്നുപോയതുമായ സ്വപ്നം എന്താണെന്ന് പറയുകയും അർത്ഥം വ്യാഖ്യാനിക്കുകയും ചെയ്യണമെന്ന് രാജാവ് ആവശ്യപ്പെട്ടു. ആർക്കും അതിന് കഴിവുണ്ടായില്ല. അപ്പോൾ ദാനിയേൽ അതിനൊരു പോംവഴി കണ്ടുപിടിച്ചു. മറ്റു 3 സ്നേഹിതരുടെയും മധ്യസ്ഥ പ്രാർത്ഥന ആവശ്യപ്പെട്ടു. അവർ സഹകരിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം രഹസ്യം വെളിപ്പെടുത്തി. ഒരു ഗ്രൂപ്പ് ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ അതിന് മറുപടി കിട്ടുവാൻ കൂടുതൽ സാധ്യതയുണ്ട്. എസ്തേർ രാജ്ഞി അഹശ്വേരോശ് രാജാവിനെ അവശ്യം അറിയിക്കുവാൻ പോയപ്പോൾ യഹൂദർ മുഴുവൻ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. രാജാവ് അപേക്ഷ കേട്ട് ആഗ്രഹം നിവർത്തിച്ചു കൊടുത്തു. പത്രോസ് ജയിലിൽ കിടക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. തൽഫലമായ ദൈവദൂതൻ കാരാഗ്രഹവാതിൽ തുറന്ന് പത്രോസിനെ മോചിപ്പിച്ചു. സഹകരിച്ചു പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ഭവനത്തിന്റെ ആവശ്യങ്ങളിൽ ദൈവം ഇടപെടും. പ്രാർത്ഥനയുടെ പിൻബലം നമ്മിൽ അത്ഭുത ശക്തി പ്രവർത്തിപ്പിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.